ഹായ്, എല്ലാവർക്കും ടാരോ 96ലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന റീഡിങ് കറണ്ട് ഫീലിങ്സ് ആണ്. കുറേ നാളായി കറണ്ട് ഫീലിങ്സ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമുക്കത് നോക്കാം. 1 2 3 3 പൈൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റ്യൂട്ടീവ്ലി ഒരെണ്ണം പിക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ കളക്റ്റീവ്ലി ചെയ്യുന്ന റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്തത് ലീവ് ചെയ്തേക്കുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. ഈ ഒരു പ്രോപ്പർട്ടി ചൂസ് ചെയ്തൊരു റീഡിംഗ് ആണ് ആദ്യം. അപ്പോൾ എന്താണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത്? ഓക്കെ, കറണ്ട് ഫീലിങ്സ് ആണ് നമ്മൾ നോക്കുന്നത്. എന്താണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത്? അപ്പോൾ അതിന് മുൻപേ നിങ്ങളുടെ കറണ്ട് എനർജി നോക്കുക, ദെൻ പേഴ്സണിലേക്ക് പോകാം. ഓക്കെ, പൈൽ നമ്പർ 1 ഏത് സിറ്റുവേഷനിലാണ് ഇപ്പോൾ പൈൽ നമ്പർ 1 ഉള്ളത്? പൈൽ നമ്പർ 1ൻ്റെ സിറ്റുവേഷൻ എന്താണ്? ഓക്കെ, ഒരുപാട് സ്നേഹിച്ച ഒരു ബന്ധം നിങ്ങൾ ലീവ് ചെയ്ത് പോകേണ്ടി വന്നു. കാരണം ക്വീൻ ഓഫ് കപ്സ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇവിടെ വാട്ടർ എലമെൻറ്റ് കൂടുതലാണ്, അതായത് ക്യാൻസർ, പൈസിസ്, സ്കോർപ്പിയോ. അപ്പോൾ നിങ്ങൾ ഒരുപാട് ഈ റിലേഷൻഷിപ്പ് ആഗ്രഹിച്ചു, ഒരു മാരേജിലേക്ക് എത്തണമെന്നും ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പായിട്ട് കൊണ്ട് നിങ്ങൾ ഒരുപാട് ഇൻവോൾവ് ആയിരുന്നു ഈ ബന്ധത്തിൽ. ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പ് ലവ് റിലേഷൻഷിപ്പാണേലും ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യമാണേലും ഇതിൽ നിങ്ങളിത് ലീവ് ചെയ്തിട്ട് പോയി. നിങ്ങളുടെ എനർജിയാണ് നമ്മൾ നോക്കുന്നത്. സോ നിങ്ങളിത് ലീവ് ചെയ്ത് പോയിരുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഫസ്റ്റ് വന്ന കാർഡ് അതാണ്, 8 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ഭയങ്കര സാഡായിട്ട് മൂവ് ഓൺ ചെയ്തു പോയി. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒന്നായിരുന്നു. ഓക്കെ, ഡോണ്ട് വറി, നമുക്ക് നോക്കാം. അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ എന്താണ്, പേഴ്സൻ്റെ എനർജി എന്താണ്? പൈൽ നമ്പർ 1 പേഴ്സൺ എന്താണ് ചിന്തിക്കുന്നത്? പൈൽ നമ്പർ 1ൻ്റെ പേഴ്സൺ 8 ഓഫ് സോഡ്സ് ആണ് വന്നത്, പക്ഷേ അത് റീവേഴ്സിലാണ് വീണത്. അപ്പോൾ ഞാനിത് ഇങ്ങനെ തന്നെ എടുക്കുകയാണേ, ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ 8 ഓഫ് സോഡ്സ് ആണ് വന്നിരുന്നതെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഈ പേഴ്സൺ ഒരു സ്റ്റക്നെസ്സിൽ നിൽക്കുകയാണെന്ന് നമുക്ക് പറയാമായിരുന്നു. അതായത് നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പ് നിർത്തേണ്ടി വന്നതിൽ, ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നതിൽ ഒരു സ്റ്റക്ക് ഫീലിങ്ങിൽ നിൽക്കുകയായിരുന്നു നമുക്ക് എടുക്കാമായിരുന്നു. പക്ഷേ അത് റീവേഴ്സിലാണ് വന്നത്. അപ്പോൾ സ്റ്റക്നെസ് മാറി. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ഈ ബന്ധം റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പുതിയൊരു ബന്ധത്തിലേക്ക് പോയിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇത് വിട്ട് ഇതിനെപ്പറ്റി ഒരു സ്റ്റക്നെസ് ഉണ്ടായിരുന്നു. യെസ്, പക്ഷേ ഇപ്പോൾ ഇല്ല. ആസ് ഓഫ് നോ ഇല്ല. കൂടുതൽ കാർഡ്സ് എടുക്കാം. ഇപ്പോൾ എന്താണ് ഈ പേഴ്സൺ കറണ്ട് ഫീലിങ്സ് എന്താണ്? സ്റ്റക്നെസ് ഉണ്ടായിരുന്നു, പക്ഷെ മാറിയിട്ടുണ്ട്. ദെൻ സ്റ്റക്നെസ് ഉണ്ടായിരുന്നു, മാറിയിട്ടുണ്ട്. ടു ഓഫ് പെൻറ്റക്കിൾസ്, ജഗ്ലിംഗ് എനർജിയാണല്ലോ. ഓക്കെ, അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് എടുക്കാം. ഇത് തേർഡ് പാർട്ടിക്ക് വേണ്ടി നിങ്ങളെ ലീവ് ചെയ്തതായിരിക്കാം.
നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വിട്ടു കളഞ്ഞിട്ട് വേറൊരു വ്യക്തിയുമായിട്ട്, അതായത് അങ്ങോട്ടേക്ക് ഭാരം കൂടുതലാണ്, അവിടത്തേക്ക് പോയി. കംപ്ലീറ്റ്ലി ഇപ്പോൾ അങ്ങോട്ടേക്കാണ്. ജഗ്ൾ ചെയ്തു ഈ പേഴ്സൺ, നിങ്ങളെയും ആ വ്യക്തിയുമായിട്ട് കമ്പയർ ചെയ്തു. അപ്പോൾ അവിടെ എന്തൊക്കെയോ കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിൽക്കുകയാണ് ഈ പേഴ്സൺ. മൂൺ കാർഡ്, പക്ഷെ സാഡാണ്. ഓഹോ, ഇമോഷണലി സാറ്റിസ്ഫൈഡ് അല്ല. ഈ രണ്ടാമത് പോയ, അതായത് നിങ്ങളെ വിട്ടിട്ട് പോയ ബന്ധമില്ലേ, വേറൊരു തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പോയിട്ട് ആ ഒരു സിറ്റുവേഷനിൽ ഈ പേഴ്സൺ ഓക്കെ അവിടെ നിന്ന് എന്തൊക്കെയോ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, പക്ഷേ മോണിറ്ററി ബെനിഫിറ്റ്സ് ആയിരിക്കാം, ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ് ആയിട്ട് ആണ് എനിക്ക് തോന്നുന്നത്. കാരണം പെൻറ്റക്കിൾസ് കാർഡ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ കരിയറിന് അതാണ് നല്ലത് എന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പലരെയും കണ്ടിട്ടില്ലേ, ഇപ്പോൾ ഗ്രീൻ കാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് അമേരിക്കൻ സിറ്റിസൺസിനെ വിവാഹം കഴിക്കുന്നവരൊക്കെ ഉണ്ട്. ഓക്കെ, മേ ബി ചിലപ്പോൾ അതുപോലത്തെ സിറ്റുവേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫൈനാൻഷ്യൽ ഗെയിൻസ് അവിടെ നിന്ന് ഉണ്ടാവും. അതുകൊണ്ട് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ല, ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ല, ഹാപ്പി അല്ല, ആ ബന്ധത്തിൽ ഹാപ്പി അല്ല. അതുമാത്രമല്ല, എന്തൊക്കെയോ സീക്രട്ടീവായിട്ടുള്ള ബിസിനസ്സുകളുണ്ട് ഇതിനകത്ത്. എന്താണിത്? സീക്രട്ട് ബിസിനസ്സാണ്. എന്ത് സീക്രട്ട് ബിസിനസ്? എന്ത് സീക്രട്ട് ബിസിനസ്സാണ് നടക്കുന്നത്? എന്ത് സീക്രട്ട്? ഓ, ഒരുപാട് കാർഡ്സ് വീഴുന്നു. എന്തൊക്കെയോ കാര്യമായിട്ടുണ്ടേ. ഓക്കെ, സെക്കൻഡ്. കാർഡ്സ് ഇങ്ങനെ വീഴാൻ വെമ്പൽ കൊണ്ടിരിക്കുകയാണ്. എന്താണ് സീക്രട്ടീവായിട്ടുള്ള സൈഡ്? എന്താണ്? ഓക്കെ, വേറൊരു ഡെക്ക് എടുക്കാം. എന്താണ് ഈ പേഴ്സൺ എന്താ ഹൈഡ് ചെയ്ത് വെക്കുന്നത്? എന്താണ് ഈ പേഴ്സൺ ഹൈഡ്? ഫോർ ഓഫ് പെൻറ്റക്കിൾസ് റീവേഴ്സ്, ഇങ്ങനെയാണ് വീണത്. ഓക്കെ, ഏസ് ഓഫ് വോൺസും റീവേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാഷനും ഇല്ല, ഈ ഒരു ബന്ധത്തിനകത്ത് ഒരു പാഷനും ഇല്ല, വെറുതെ നിൽക്കുകയാണോ? ഇഷ്ടമുണ്ടായിട്ടല്ല. ഇത് ഇങ്ങനെയായിരുന്നെങ്കിൽ നമുക്ക് പറയാം ഇത് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് പോയി എന്നെടുക്കാമായിരുന്നു. പക്ഷേ എന്തിനാണ്, എന്ത് സീക്രട്ട് ബിസിനസ്സാണെന്ന് നോക്കിയപ്പോൾ വന്നതാണിത്. ഒട്ടും പാഷനേറ്റ് ആയിട്ട് ഈ വ്യക്തിക്ക് ഇൻവോൾവ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത്. കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുകയാണ്, അതെന്തിന്? അതുപോലെ ഈ നിൽക്കുന്ന ബന്ധത്തിനകത്ത് എനിക്ക് തോന്നുന്നു ആ പേഴ്സൺ, തേർഡ് പാർട്ടി ഉണ്ടല്ലോ, ആ ഒരു വ്യക്തി കുറച്ച് ഫ്ലിർട്ടീഷ്യസ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. ഓക്കെ, കാരണം ഫോർ ഓഫ് പെൻറ്റക്കിൾസ് റീവേഴ്സ് വന്നിട്ടുണ്ടായതുകൊണ്ട് തന്നെ ആ വ്യക്തിയോട് ഈ വ്യക്തി പൊസസീവ്നെസ് കാണിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. യു ഗോട്ട് ഇറ്റ്? അതായത് നീ എൻ്റെ കൂടെ തന്നെ നിൽക്ക്, എൻ്റെതാണ് എന്നുള്ള ചിന്തയിൽ നിൽക്ക് എന്ന് നമ്മൾ പറയാൻ പറ്റില്ല ആ റിലേഷൻഷിപ്പിൽ. ഓക്കെ, പക്ഷേ ഫൈനാൻഷ്യൽ ഗെയിൻസ് മാത്രം കണ്ടിട്ട് പോയി. സ്വന്തമാക്കാൻ പറ്റില്ല എന്നുറപ്പുള്ള ബന്ധം, ഒരു പാഷനും ഇല്ലാതിരുന്ന ബന്ധം പാഷനേറ്റ് ആയിട്ട് തുടങ്ങിയതായിരിക്കാം. ഏജ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് ബിഗിനിങ്ങിൽ പാഷനൊക്കെ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ ഇപ്പോൾ ഇങ്ങനെയാണ്, ഒരു പാഷനും ഇല്ല.
ഞാൻ സാധാരണ ഈ ടാരോ റീഡിങ്ങുകൾ എടുക്കുമ്പോഴേ ഈ റിവേഴ്സ് കാർഡ്സ് അങ്ങനെ വീഴാറില്ല. ഓക്കെ, വീണാലും ഞാൻ അങ്ങനെ തന്നെ എടുക്കാറുള്ളത്. സോ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും. ഇപ്പോൾ പാഷനില്ല, ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും ഇല്ല. ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കാണിച്ചിട്ട് കാര്യമില്ല. ഈ പോയ വ്യക്തിക്ക് ആ പോയ തേർഡ് പാർട്ടിയെ സ്വന്തമാക്കണമെന്നും അവരുടെ ഒരു നിയന്ത്രണത്തിൽ നിൽക്കണമെന്നും ഒക്കെ ആഗ്രഹിക്കാം, നടപ്പാക്കാൻ പറ്റില്ല. അതെന്താ അങ്ങനെയെന്ന് നോക്കണോ? വേണ്ട. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ പേഴ്സണിൻ്റെ നിങ്ങളോടുള്ള നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, കൂടുതൽ നമ്മൾ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. നിങ്ങളോടുള്ള ആക്ഷൻ എന്താണ്? നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മളതറിഞ്ഞാൽ മതിയല്ലോ. ഈ വ്യക്തി തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്? 9 ഓഫ് വോൺസ്. അയ്യോ, ഭയങ്കര റെസിസ്റ്റീവായിട്ട് നിൽക്കുകയാണല്ലോ. റെസിസ്റ്റൻസ് ആണ്. ഒരു കാരണവശാലും, അതായത് നിങ്ങളോടിപ്പം വോൺസ് എനർജി എന്ന് പറയുമ്പോൾ പാഷനാണ്. നിങ്ങളോട് പാഷൻ ഉണ്ടായിരിക്കാം, അട്രാക്ഷൻ ഉണ്ടായിരിക്കാം, ഫിസിക്കൽ അട്രാക്ഷനാണ് കൂടുതലും. അതൊക്കെ ഉണ്ടാവാം. പക്ഷേ അതിനെ ഇങ്ങനെ ഒപ്പോസ് ചെയ്യുന്ന എനർജിയാണിത്. 9 ഓഫ് വോൺസ് എന്ന് പറയുമ്പോൾ റെസിലിയൻസ് ആണ്, പവർ ഓഫ് റെസിലിയൻസ്. സ്വന്തം മനസ്സിനെ നിയന്ത്രിച്ച് നിർത്താനുള്ള കഴിവ്. അപ്പോൾ ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഈ പേഴ്സൺ ആക്ഷൻ എടുക്കില്ല എന്നുള്ള കാർഡാണിത്. ഒരു കാർഡ് കൂടെ എടുക്കാം, നിങ്ങളുടെ ഒരു സമാധാനത്തിന്. ഒരു കാർഡ് കൂടെ എടുക്കാം. ആക്ഷൻ എടുക്കില്ല, ഒരിക്കലും ഇടില്ല. എടുക്കാൻ ഉദ്ദേശമില്ല. ദ ഷാഡോ സൈഡ്. ഓഹോ ഹോ 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 ഹോ. ഈ പേഴ്സൺ ഈ ഒരു പിക്ചർ നിങ്ങൾ കണ്ടോ? അതായത് നമ്മുടെ ഷാഡോ സൈഡ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളുടെ തന്നെ റിഫ്ലക്ഷനാണ് നമ്മുടെ ഷാഡോ എന്ന് പറയുന്നത്, അല്ലേ? അപ്പം നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഡെവിൽ എനർജി, അതിനെ കണ്ട് നമ്മൾ തന്നെ പേടിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണിത്. അപ്പോൾ ഈ ഒരു തീരുമാനം, അതായത് തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പോകേണ്ടി വന്ന ഈ ഒരു തീരുമാനത്തെ ഈ പേഴ്സൺ ഭയക്കുന്ന ഒരവസ്ഥയാണിത്. അത് വേണ്ടായിരുന്നു എന്ന് തോന്നും, പക്ഷെ നിങ്ങളോട് ആക്ഷൻ എടുക്കില്ല കേട്ടോ. ചിലപ്പോൾ അതിൻ്റെ അത് പെട്ട് കിടക്കുകയായിരിക്കും. കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അല്ലേ? ആർക്കും അതിനകത്തുനിന്ന് ഒരു മോചനമൊന്നുമില്ല. നമ്മൾ ചെയ്തതിന് നമുക്ക് അതിനുള്ള ഫലം ഉണ്ടാവും എന്ന് പറയുന്നത് കറക്റ്റാണ്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു ലൂപ്പിൽ പെട്ട പോലെ, അതായത് ഒരു ചങ്ങലക്കിട്ട പോലത്തെ ഒരു ഫീലിംഗ്. അതായത് സ്വന്തം എൻ്റെ തെറ്റുകൾ കൊണ്ടാണല്ലോ ഞാൻ ഇതിലേക്ക് പോയത്, പക്ഷെ അതിൽ നിന്ന് പുറത്ത് കിടക്കാനും കഴിയില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. സോറി, പൈൽ നമ്പർ 1 കുറച്ച് ശോകമായിരുന്നു റീഡിങ്. എന്നാലും കണ്ട കാര്യങ്ങൾ പറയാതിരിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ നമുക്ക് ഈ റീഡിങ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. പൈൽ നമ്പർ 2 ഈ ഒരു ബ്ലൂ പ്രോപ്പർട്ടി ചൂസ് ചെയ്തവിടെ റീഡിങ്ങാണ്.
അപ്പോൾ എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ? എന്താണ് ഈ ഒരു നിങ്ങൾ എന്താ ആഗ്രഹിച്ചാണ് നിൽക്കുന്നത്? അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അതായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങളൊരു പേഴ്സൻ്റെ റീഡിങ് കാണാൻ വന്നു. അപ്പോൾ നിങ്ങളുടെ എനർജി എന്താണ്? കറണ്ട് എനർജി എന്താണ്? ഫയൽ നമ്പർ 2. ഫയൽ നമ്പർ 2. കറണ്ട് എനർജി എന്താണ്? ഫയൽ നമ്പർ 2. ഹെർമിറ്റ് ആണല്ലോ. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങളെ പറ്റി ഒരു റീ അനാലിസിസ് നടത്തുന്ന പോലത്തെ ഒരു സിറ്റുവേഷനാണ്. പഴയ കാര്യങ്ങളെയൊക്കെ ഓർത്തിട്ട് നിങ്ങളൊന്ന് വെറുതെ റീവൈൻഡ് ചെയ്യുമല്ല, അതിൽ തെറ്റും ശരിയും നെല്ലും പതിരും തിരിച്ചറിയാമെന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ. വളരെ കുറച്ചൊരു ലോൺലി ആയിട്ടാണ്, കുറച്ച് ഐസൊലേറ്റഡ് ആയിട്ടാണ് ഇപ്പം നിങ്ങൾ ഗ്രൂപ്പ് ആൾക്കാരുടെ ഇടയ്ക്കാണെങ്കിലും. ഈ ഐസൊലേഷൻ എന്ന് പറയുന്നത് ഇമോഷണലി ഉള്ള ഐസൊലേഷൻ ആവാം. ആരോടും അധികം മിങ്കിൾ ചെയ്യാത്ത, ഇമോഷണലി അവൈലബിൾ ആവാതെ നിൽക്കുന്ന ഒരവസ്ഥ. ഓക്കെ. അത് വെർഗോ എനർജിയാണ്. ഒന്നിനു വേണ്ടി വെയിറ്റ് ചെയ്യുമല്ല, പക്ഷേ സെൽഫ് എക്സാമിനേഷൻ, സ്വന്തമായിട്ട് അനലൈസ് ചെയ്യാണ്. എന്താണ്? ഒരു കാർഡ് കൂടെ എടുക്കട്ടെ. എന്തിനെ പറ്റിയാണ് അനലൈസ് ചെയ്യുന്നത്? റിലേഷൻഷിപ്പിനെ പറ്റിയാണോ? എന്താണ് നിങ്ങളുടെ എനർജി? ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയാണോ അനലൈസ് ചെയ്യുന്നത്? ഫയൽ നമ്പർ 2. എന്താണ് അനലൈസ് ചെയ്യുന്നത്? ക്വീൻ ഓഫ് സോർഡ്സ്. അപ്പോൾ നിങ്ങൾ സിംഗിളായിട്ടിരിക്കുന്നവരായിരിക്കാം. ഫയൽ നമ്പർ 2 കറൻ്റ്ലി പക്കാ സിംഗിളായിട്ടിരിക്കുന്നവരായിരിക്കാം. വളരെ കട്ട്റോട്ടായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരായിരിക്കാം. ഓക്കെ. വളരെ ലോജിക്കലായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നവരായിരിക്കാം. അപ്പോൾ നിങ്ങൾ എന്തോ ഒരു തീരുമാനം എടുത്തു, നിങ്ങളൊരു ഡിസിഷൻ എടുത്തു. ആ ഡിസിഷനെ പറ്റിയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരെയോ വാക്കുകൾ കൊണ്ട് വല്ല മുറിവേൽപ്പിച്ചോ? ഏത് തീരുമാനമാണ്? എന്ത് തീരുമാനമാണ്? നോക്കട്ടെ. സിക്സ് ഓഫ് സോർഡ്സ് റീവേഴ്സ്. 6 ഓഫ് സോർഡ്സ് നല്ല കാർഡാണ്, അത് റീവേഴ്സിലാണ്. ഓക്കെ. അപ്പോൾ ഇവിടെയും ഒരു ലീവ് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയാണ്. ഫസ്റ്റ് പൈലിൽ കണ്ട പോലെ തന്നെ, അതായത് ലൊക്കേഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവാം ചിലപ്പോൾ ചില പേർക്ക്. അതായത് ഇപ്പോൾ റെൻറ്റിനൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ഒരു ലൊക്കേഷനിൽ നിന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്ന ഒരവസ്ഥയോ, അതിലുള്ള അത് ശരിയായ തീരുമാനമാണോ എന്നുള്ളതിനെക്കുറിച്ചൊരു അനാലിസിസ് പോലെ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പ്. ഓക്കെ. അപ്പോൾ ലീവ് ചെയ്തിട്ട് ചിലപ്പോൾ എബ്രോഡ് പോകേണ്ടി വരുന്ന ഒരവസ്ഥയോ, അല്ലെങ്കിൽ നിങ്ങൾ ആയിരുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറി താമസിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. അപ്പോൾ അത് റീവേഴ്സിലാണ് വന്നത്. അപ്പോൾ അതിൽ നിങ്ങളൊട്ടും ഹാപ്പി അല്ല. ഇത് പോസിറ്റീവായിട്ട് എടുക്കാൻ അതുകൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ എന്താണ് നിങ്ങളുടെ പേഴ്സൺ? എന്താണിപ്പോൾ? അപ്പോൾ നിങ്ങൾ മൂവ് ഓൺ ചെയ്തിട്ടില്ല, നിങ്ങൾ ആക്ച്വലി സ്റ്റക്കായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഈ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്തിട്ടില്ല. നിങ്ങളുടെ തോണി ഇപ്പോഴും ഈ കരയിൽ തന്നെ നിൽക്കുകയാണ്. ഓക്കെ. മൂവ് ഓൺ ചെയ്തിട്ടില്ല. ഈ പേഴ്സൺ എന്താണിപ്പോൾ ഫീൽ ചെയ്യുന്നത്?
പേഴ്സൻ്റെ അവസ്ഥ എന്താണ്? കിങ് ഓഫ് പെൻഡക്കിൾസ്, കരിയറിൽ ഫോക്കസ് ചെയ്തിരിക്കുകയാണ്, പണം ഉണ്ടാക്കുന്ന ധൃതിയിലാണ്, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള ആളാണ്. ഓക്കെ, ഈ പേഴ്സൺ സെക്കൻഡ് പൈലിനോടുള്ള ഫീലിങ്സ് എന്താണ്? ഓഹോ, 6 ഓഫ് കപ്സ്. ഹൈ, ഓക്കെ, 7 ഓഫ് പെൻഡക്കിൾസ്. ഈ പേഴ്സൺ വെയിറ്റിങ്ങിലാണല്ലോ, വെയിറ്റ് ചെയ്യാണ്. നിങ്ങളെ ഒരു സോൾമേറ്റ് കണക്ഷൻ പോലെയാണ് ഈ പേഴ്സൺ കാണുന്നത്. അതിനേക്കാളപ്പുറം നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് നിങ്ങൾ തമ്മിൽ. ഒരു സോൾമേറ്റ് റിലേഷൻഷിപ്പ് പോലെയൊക്കെ കാണുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വളരെ നാളായിട്ട് പരിചയമുള്ള ആൾക്കാരായിരിക്കാം. 6 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരു പാസ്റ്റ് എനർജി, ഒന്നിച്ച് കൂടെ പഠിച്ചവരോ ഒരേ നാട്ടുകാരോ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരുപാട് നാളായിട്ട് പരിചയമുള്ള ആൾക്കാരോ, അതുമല്ലെന്നുണ്ടെങ്കിൽ പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്ന പോലത്തെ ഒരു ബന്ധം. അതായത് ഇപ്പോൾ സഡൻലി നമ്മളൊരാളെ മീറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു ഹായ് പറയുമ്പോൾ തന്നെ ചിലരോട് വല്ലാത്തൊരു അടുപ്പം തോന്നും. അത്രത്തോളം ഇമോഷണലി നമുക്ക് കണക്ഷൻ തോന്നുന്നതാണ് പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ബന്ധം. ഇപ്പോൾ ഈ പേഴ്സൺ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഒന്നുകിൽ കരിയറിൽ ഫോക്കസ് ചെയ്തിട്ട് പണമുണ്ടാക്കാൻ, അതായത് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് ഒരു പ്രോജക്റ്റിൽ ചിലപ്പോൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു എൻഡ് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥയോ, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോയിട്ട് ആ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥയോ ഒക്കെ ആവാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഈ റിലേഷൻഷിപ്പിന് വെയിറ്റ് ചെയ്യുന്ന ഒരവസ്ഥയാവാം. ഓക്കെ, നമ്മുടെ മെയിൻ ഡെക്ക് എടുത്തിട്ട് നമുക്ക് ഒന്നുകൂടി നോക്കാം എന്താണ് ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ്. നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഈ പേഴ്സൺ? ഫയൽ നമ്പർ 2 ഫീലിങ്സ് എന്താണ്? ഫയൽ നമ്പർ 2 ഫീലിങ്സ് എന്താണ്? കിങ് ഓഫ് കപ്സ്. അങ്ങനെ സ്നേഹം ചിലപ്പോൾ അധികം അങ്ങനെ പുറത്ത് എക്സ്പ്രസീവായിട്ട് കാണിക്കുന്ന ഒരാളാവണമെന്നില്ല. വളരെ ഇമോഷണലി വളരെ മെച്യൂർഡായിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെയും കിങ് വന്നു. സോ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മാരീഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. ഓക്കെ, കുറച്ചൊരു 30s 40s നിൽക്കുന്ന ആൾക്കാരുടെ എനർജി ആയിരിക്കാം ഇത്. അപ്പോൾ സ്നേഹമുണ്ട്, അധികം അങ്ങനെ പുറത്തെ പ്രകടിപ്പിക്കുന്ന ഒരാളല്ല, വളരെ പ്രാക്ടിക്കലായിട്ടൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണല്ലേ. നിങ്ങളോട് സ്നേഹക്കുറവൊന്നുമില്ല. അങ്ങനെ സ്നേഹക്കുറവുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയോ? നമുക്ക് നോക്കാം ഈ പേഴ്സൺ എന്താണ്, നിങ്ങളോടുള്ള നെക്സ്റ്റ് ആക്ഷൻ എന്താണ്? ആക്ഷൻ വല്ലതും എടുക്കുമോ? നിങ്ങളോടുള്ള ആക്ഷൻ എന്താണ്? ദി എംപ്രസ്, 2 ഓഫ് കപ്സ്. ഭയങ്കര സ്നേഹമാണ്, ഒരുപാട് സ്നേഹമുണ്ട് കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടാവാം ഈ ഒരു ബന്ധത്തിൽ. അതായത് ഈ കിങ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് മെയിൻലി അധികം അങ്ങനെ സ്നേഹം പുറമേ പ്രകടിപ്പിക്കുന്ന ഒരാളല്ല. സ്നേഹം ഇല്ല എന്നൊരർത്ഥം അതിനില്ല. ഓക്കെ, വാട്ടർ എനർജിയാണ്, ക്യാൻസർ, പൈസിസ്, സ്കോർപ്പിയോ. നിങ്ങളുമായിട്ടുള്ള ഒരു എന്താ പറയുക, ഇപ്പോൾ നിങ്ങളിപ്പോൾ കറൻ്റ്ലി ഇതേപോലെ 2 ലൊക്കേഷനിലോ മറ്റോ ആയിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സൺ ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നു. നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് വരാനും നിങ്ങളുമായിട്ട് ഉള്ള നല്ല മൊമെൻറ്റ്സ് പങ്കിടാനും ഒക്കെ ഈ പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, എംപ്രസ് കാർഡ് കൂടി വന്നപ്പം ഇവിടെ എന്താ ഒരു ഫാമിലി ആഗ്രഹിക്കുന്ന പോലെ.
ഒന്നാമത് ഫിസിക്കലി നിങ്ങളോട് ഭയങ്കര അട്രാക്ഷൻ ഉണ്ട് ഈ പേഴ്സണ്. ഓക്കെ, ഇമോഷണലി ഭയങ്കര അട്രാക്ഷനാണ്, ഫിസിക്കലി മാത്രമല്ല. അപ്പോൾ ഒരു യൂണിയനെ കാണിക്കുന്ന കാർഡാണ്. സോ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാനും ഒരു മാരേജ് റിലേഷൻഷിപ്പ് അങ്ങനെയൊക്കെ പോകാനും ഒക്കെ ഈ പേഴ്സൺ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, സോ ഡോണ്ട് വറി. നിങ്ങൾ ചിലപ്പോൾ വെറുതെ ഈ ഒരു മോഡിലിരുന്ന് ആവശ്യമില്ലാണ്ട് ആലോചിച്ച് കൂട്ടുമായിരിക്കും. വെറുതെ നിങ്ങൾ ആലോചിക്കണ്ട കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഒരുപാട് ആലോചിക്കുകയാണ്. ഇനി പറഞ്ഞു പോയ വാക്കുകളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പറഞ്ഞത് കൂടിപ്പോയോ കുറഞ്ഞു പോയോ, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ അങ്ങനെയൊന്നും ആലോചിക്കുന്നില്ല. കഴിഞ്ഞത് കഴിഞ്ഞു എന്നുള്ളൊരു ചിന്തയായിരിക്കും. വളരെ ഹോപ്പ്ഫുള്ളായൊരു എനർജിയാണിത്. എംപ്രസ് എന്നൊക്കെ പറയുന്നത്, 2 ഓഫ് കപ്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കുക. പയൽ നമ്പർ 2. നമുക്ക് തേർഡ് പയലിലേക്ക് പോകാം. പയൽ നമ്പർ 3. യെല്ലോ പ്രോപ്പർട്ടി ചൂസ് ചെയ്തവിടെ റീഡിംഗ് ആണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട്, നിങ്ങളുടെ എനർജി എന്താണെന്ന് ആദ്യം നോക്കാം. ദെൻ നമ്മുടെ പേഴ്സണിലേക്ക് പോകാം. Pile number 3, current feelings. Pile number 3യുടെ current energy എന്താണ്? Pile number 3. 3 of swords. ഹാർട്ട് ബ്രേക്ക് ആണോ? ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണോ? പൈൽ നമ്പർ 3, ഓൾറെഡി എൻഡായ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം നമ്പർ 3 ഡിനോട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ അങ്ങനെയാവാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു ഹാർട്ട് ബ്രേക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് സാഡാണ്, നിങ്ങൾ അതിലൊരുപാട് വിഷമിച്ചിരിക്കുന്നൊരവസ്ഥയാണ്. ഹൃദയത്തെ മുറിവേൽപ്പിച്ചു. അപ്പോൾ എന്താണ് ഒന്നുകൂടി എടുക്കും. കറൻ്റ്ലി ഒരു ബ്രേക്കപ്പ് നടന്ന ആൾക്കാരായിരിക്കാം ഇത്. പേജ് ഓഫ് പെൻഡക്കിൾസ്. ചിലപ്പോൾ ലേണിംഗ് സ്റ്റേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായിരിക്കാം. ഓക്കെ, അതായത് ഈ ഒരു റിലേഷൻഷിപ്പിലെ പെൻഡക്കിൾസ് എനർജി എന്ന് പറഞ്ഞാൽ വളരെ മെച്ചുവേർഡായിട്ട് സ്റ്റേബിളായിട്ടുള്ള എനർജിയാണ്. അപ്പോൾ പേജ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങളിതിനെ വളരെ ഇമ്മച്ചുവറായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്വതയില്ലാത്ത രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ട് ബ്രേക്കപ്പ് കിട്ടിയ പോലെയാണ് എനിക്കിവിടെ തോന്നുന്നത്. അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് തന്നെ ഇറ്റ്സെൽഫ് ഒരു എന്താ പറയുക, പക്വതയില്ലാത്ത പോലത്തെ ഒരു ബന്ധമായിരുന്നിരിക്കാം. ഇമ്മച്ചുവർ റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത്. സ്റ്റേബിളായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി തുടങ്ങിയ ഒരു ബന്ധമല്ല, നിങ്ങളല്ല ഈ പേഴ്സൺ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് അറിയാമായിരുന്നു എന്ന് എനിക്കറിയില്ല. എന്തായാലും അത് വെച്ചിട്ടൊരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ പേഴ്സൺ എന്താണ്, പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? കുറേ കാർഡ് വന്നു, എല്ലാം കൂടി എടുക്കാൻ പറ്റില്ല. Two of Wands.
നിങ്ങൾ തമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കാം. നൈറ്റ് ഓഫ് സോർട്സ്. ഓക്കെ, ഈ പേഴ്സൺ ഒന്ന് റീകണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ പേഴ്സൺ. എന്താ അങ്ങനെ? ഒരാൾക്ക് ഹാർട്ട് ബ്രേക്കാണ്, ഒരാൾക്ക് തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹമാണ്. അഗെയിൻ ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനാണ് കാണുന്നത്. നോക്കട്ടെ. 6 ഓഫ് കപ്സ്, ലവേഴ്സ്, ഓക്കെ. ഒരു കാർഡ് കൂടെ എടുക്കട്ടെ. ലവേഴ്സ് കാർഡിനൊരു ക്ലാരിഫിക്കേഷൻ. ലവേഴ്സ് കാർഡ് എന്താ ഇവിടെ? ടെൻ ഓഫ് സോർഡ്സ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പേഴ്സൺ നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായി. ഓക്കെ, ഇമ്മച്ചുറായിട്ട് ഈ റിലേഷൻഷിപ്പ് ഈ വ്യക്തി ഹാൻഡിൽ ചെയ്തതുകൊണ്ട് നിങ്ങളത് ലീവ് ചെയ്തു. ഈ പേഴ്സൺ ചിലപ്പോൾ ദൂരസ്ഥലത്തായിരിക്കാം. നിങ്ങളുമായിട്ട് ഒരു റീബോണ്ടിങ് ആഗ്രഹിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളതിന് ഒരു പോസിബിലിറ്റി കൊടുക്കാത്ത പോലത്തെ ഒരു ഫീലിംഗാണ് എനിക്കിവിടെ കിട്ടുന്നത്. എനിക്ക് റീയൂണേറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിട്ടിട്ടുണ്ടാവുക ഈ പേഴ്സണെ. കാരണം ലവേഴ്സ് കാർഡിന് മേളിൽ തന്നെയാണ് 10 ഓഫ് സോർഡ്സ് വന്നിരിക്കുന്നത്. സോ ഈ റിലേഷൻഷിപ്പിന് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങളൊരു എൻഡ് വേണമെന്ന് ആഗ്രഹിക്കുന്നു. കംപ്ലീഷനാണ് 10 എന്ന് പറയുന്ന നമ്പർ. കംപ്ലീഷനെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ഓക്കെ. അപ്പോൾ വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ നിങ്ങളത് അതിനെ ഒന്ന് ഹീൽ ചെയ്യാൻ ഒക്കെ ഹീലിങ്ങിൻ്റെ കാർഡൊന്നും വന്നിട്ടില്ല. സോ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഹീലായിട്ടില്ല കംപ്ലീറ്റ്ലി. ആ ഒരു ഹീലിംഗ് പ്രോസസ്സിലേക്ക് കടക്കുന്നതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊരു എനിക്ക് തോന്നുന്നു വളരെ ഇമ്മച്യൂറായിട്ടുള്ള എനർജി. നൈറ്റ് എന്നൊക്കെ പറയുമ്പോഴേ അവിടെയും പക്വതക്കുറവാണ്. പക്ഷെ പിന്നീടായിരിക്കും തിരിച്ചറിഞ്ഞത് ഇത് എൻ്റെ എന്താ പറയുക, ഒരു പാസ്റ്റ് ലൈഫ് സോൾ പോലെ ഒരു വളരെ ഡീപ്പായിട്ടുള്ളൊരു ബന്ധമായിരുന്നു എന്നൊക്കെ. പിന്നീട് വീണ്ടും റീയൂണിയന് ശ്രമിച്ചപ്പോൾ നിങ്ങളതിനെ അനുവദിച്ചില്ല. ഓക്കെ, ഇറ്റ്സ് അപ്പ് ടു യു. അപ്പോൾ ഈ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ് നിങ്ങളോട്? ഒരുപാട് കാർഡ്സ് എടുക്കാൻ പറ്റില്ല. ഒരു കാർഡ് തരും. ദി എംപ്രസ്. ഓക്കെ, റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ പേഴ്സൺ. ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നു. ഷാഡോ സൈഡ് വന്നിട്ടുണ്ട്. ഒരു കാർഡ് ഇവിടെ മറിഞ്ഞു. കിങ് ഓഫ് വോൺസും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി ഫിസിക്കലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. സ്വയം ഒരുപാട് എന്താ പറയുക, പോരായ്മകൾ ക്യാരക്ടറിലുള്ള ഒരാളാണിത്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ അതിനെയൊക്കെ മറച്ചു പിടിക്കാൻ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വേണമായിരുന്നു. അതിനു വേണ്ടി തിരിച്ചു വന്നത്. പക്ഷേ നിങ്ങൾക്കത് മനസ്സിലായിട്ട്
ഈ ലവേഴ്സ് കാർഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 ഓഫ് കപ്സ് പോലെയല്ല. ലവേഴ്സ് കാർഡ് എന്ന് പറയുന്നതിനകത്തൊരു കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല, അൺകണ്ടീഷണലായിട്ടുള്ള ലവ് ആണ്. ഓക്കെ, അപ്പോൾ വീണ്ടും കമ്മിറ്റ്മെൻറ്റ് തരാതെ വന്ന് നിൽക്കുന്ന പോലൊരു ഈ പറഞ്ഞ പോലൊരു ഫ്ലേർട്ടേഷ്യസ് ആയിട്ടുള്ള എനർജി, അല്ലെങ്കിൽ ഒരു നോൺ കമ്മിറ്റൽ, ഒരു പ്ലേ ബോയ് ടൈപ്പ് പോലെ നിന്നപ്പോൾ നിങ്ങളിതിന് ബൈ പറഞ്ഞ് വിട്ടു. അപ്പോൾ അവനവനെ തന്നെ, അതായത് സ്വന്തം തെറ്റുകളെ മറച്ചു പിടിക്കാൻ വേണ്ടി ഒരു റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആയിട്ടിരിക്കുമ്പം അതിന് സാധിക്കുമെന്നൊക്കെ ഈ പേഴ്സൺ വിചാരിച്ചു. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ടുള്ള ഉദ്ദേശം അതായിരുന്നു. പക്ഷേ നിങ്ങളതിനെ സമ്മതിച്ചില്ല, നിങ്ങളത് കളഞ്ഞിട്ട് പോയി. അപ്പോൾ ഇപ്പം എന്താണ് ഈ പേഴ്സൺ, ഇപ്പം സിറ്റുവേഷൻ ഇതാണ്. ഇപ്പം എന്താണ് ഈ പേഴ്സൻ്റെ മനസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാർഡ് മതി, ഒറ്റ കാർഡ്. അഗെയിൻ 3 ഓഫ് കപ്സ് ആണ്. റീയൂണിയൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. ഈ പേഴ്സൺ റീയൂണിയൻ ആഗ്രഹിക്കുന്നു, വീണ്ടും വന്നിട്ട്. അതായത് ഒരു ഫ്രണ്ട്ഷിപ്പിലൂടെയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനത്തെ ഒരു എനർജിയാണിത്. പാർട്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഒരു സെലിബ്രേഷൻ ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ ഫ്രണ്ട്സിനുമായിട്ടൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലൊക്കെ ആ പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർപ്പാക്കാൻ മറ്റുള്ള പല ആൾക്കാരെ ഇൻവോൾവ് ചെയ്യിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. വേണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ഡിസിഷനാണ്. നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അതിനകത്ത് തെറ്റ് പറയാൻ പറ്റില്ല. ഇമ്മെച്യൂർ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിൽക്കാൻ ആരും ആഗ്രഹിക്കില്ല, അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പൈൽ നമ്പർ 3യുടെ റീഡിങ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റീഡിങ്ങിൽ കാണാം. അതുവരെ ബൈ.